എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ക്രിസ്റ്റഫർ ജെ ആറാടൻ. ഞാൻ കൊല്ലം ജില്ലയിലെ കോയിവിള എന്ന ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് പ്രവാസ ജീവിതം നയിച്ച വ്യക്തിയാണ്. ഞാൻ ജനിച്ചത് കോയിവിള ആറാടൻ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആറാടൻ്റെ മൂത്ത മകൻ്റെ ഏറ്റവും ഇളയ മകനായി ജനിച്ചു. കോയിവിളയിലെ ഏറ്റവും വലിയ ഒരു കുടുംബമാണ് ആറാടൻ കുടുംബം. അതുപോലെ തന്നെ ഫാമിലിയിൽ എല്ലാവരും നല്ല വ്യക്തിത്വമുള്ളവരും നല്ല പൊസിഷനിൽ ജീവിച്ചവരുമാകുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പണ്ട് ഗ്രാമപ്രദേശങ്ങളിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവസാന വാക്ക് എന്ന് പറഞ്ഞ ആറാടൻ കുടുംബത്തിലെ ആ ബംഗ്ലാവിൽ നിന്നുള്ള ഉത്തരവനുസരിച്ചായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ എൻ്റെ പപ്പ ഈ കോയിളയിലെ ഏറ്റവും സാമൂഹിക പ്രവർത്തകനും കോൺഗ്രസിൻ്റെ നല്ല സജീവ പ്രവർത്തകനുമായിരുന്നു. അദ്ദേഹം ഈ നാടിനു വേണ്ടി പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഇവിടെ സംഘങ്ങൾ രൂപീകരിക്കുകയും അവരുടെ ക്ഷേമത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയുമായിരുന്നു. അതുപോലെ തന്നെ ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ വ്യക്തിയാണ് ഞാൻ പഠിച്ചത് ആദ്യം എൻ്റെ ബാല്യം തുടങ്ങിയത് സെൻറ്റ് ആൻറ്റീസ് LP സ്കൂളിൽ കോയിവിളയിൽ നിന്നാണ്. അവിടുന്ന് ഞാൻ 4ാം സ്റ്റാൻഡേർഡ് വരെ പഠിക്കുകയും അവിടുന്ന് 4 മുതൽ 7 വരെ അയ്യങ്കോയ്ക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറുകയും ചെയ്തു. അവിടുന്ന് 7ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 10ാം സ്റ്റാൻഡേർഡ് 7 മുതൽ 10ാം സ്റ്റാൻഡേർഡ് വരെ ഞാൻ കോയിവിള സെൻറ്റ് ആൻറ്റീസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം പ്രീ ഡിഗ്രി ഞാൻ ഫാറ്റ്മ കോളേജിൽ ചേർന്ന് പ്രീ ഡിഗ്രി പഠിക്കുകയും അതിനുശേഷം എൻജിനീയറിംഗ് കോഴ്സ് പഠിച്ച് 86 പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം ഞാൻ പല ജോലികളും ചെയ്തു. എനിക്ക് നല്ലൊരു വരുമാനം കിട്ടാതായപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഗൾഫിലേക്ക് പോകണമെന്നൊരു തീരുമാനം എടുത്തത് ദൈവത്തിൻ്റെ ഒരു അരുൾപ്പാട് പോലെ എനിക്കൊരു തീരുമാനം എത്തി. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും എറണാകുളത്ത് ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. എനിക്ക് യാതൊരു വിധമായ എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞിട്ട് പോലും എനിക്ക് അവിടുന്ന് സെലക്ഷൻ കിട്ടി. ദൈവത്തിൻ്റെ കാരണം കൊണ്ട് എനിക്ക് സെലക്ഷൻ കിട്ടി. അതും അസിസ്റ്റൻറ്റ് സർവേയറായിട്ട് കിട്ടി. എൻ്റെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അസിസ്റ്റൻറ്റ് സർവേയറായിട്ട് ഞാൻ അബുദാബിയിലെത്തുമ്പോൾ പോകുന്നതിന് മുമ്പ് എനിക്ക് ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടിയപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവർ വിസയുടെ കാലാവധി തീരാറായി, എത്രയും പെട്ടെന്ന് ഇറങ്ങണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പല ഏജൻസികളെയും സമീപിക്കുകയും എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി എനിക്ക് ട്രിവാൻഡ്രം റിയാർ ട്രാവൽസ് ചെയ്യുന്നു. അവർ പൈസ പോലും വാങ്ങാതെ എനിക്ക് ടിക്കറ്റ് തരികയും ഞാൻ അങ്ങനെ ആദ്യമായി അബുദാബിയിലെത്തി. എല്ലാ ക്ലിയറൻസും കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വണ്ടി വരുമെന്ന് PRO വിളിച്ച് പറയുകയും അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി 1.5 മണിക്കൂർ കാത്തുനിന്ന ശേഷം ഒരു ഓപ്പൺ ട്രക്ക്, മീൻസ് കവർ ചെയ്യാത്ത ഒരു ട്രക്കാണ് ഞങ്ങൾക്ക് വന്നത്. അപ്പോൾ തന്നെ മനസ്സുകൊണ്ട് വിഷമിക്കുകയും ഇതിലാണോ നമ്മൾ യാത്ര ചെയ്യേണ്ടത് എന്ന് തോന്നിപ്പോവുകയും ചെയ്തു. കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു നമ്മളവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ. അതിൻ്റെ അകത്ത് ഞങ്ങളെ 6-7 പേരെ ഒരുമിച്ച് കയറ്റി ഓപ്പൺ ട്രക്കറിൽ ഞങ്ങൾ നേരെ ആ ചൂടും കൊണ്ട് 1.5 മണിക്കൂർ വെയിലത്ത് യാത്ര ചെയ്ത് ക്യാമ്പിലെത്തി. ക്യാമ്പ് ഹൗസിനെ കണ്ടു, കാര്യങ്ങൾ ചെയ്തു. അപ്പോഴത്തെ ക്യാമ്പ് ഹൗസ് റൂം നമുക്ക് അലോട്ട് ചെയ്ത സമയത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ 6-7 പേർക്കൊക്കെ ഒരു റൂമിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾ ചെന്നവർ പറഞ്ഞു ഞങ്ങളുടെ ജോബിൻ്റെ ഡെസിഗ്നേഷൻ വെച്ചിട്ട് ഞങ്ങൾക്ക് റൂം മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെടുകയും ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ആവശ്യം ക്യാമ്പ് ഹൗസ് അംഗീകരിക്കുകയും ഞങ്ങൾക്ക് 3 പേര് വെച്ച് ഒരേ റൂമിൽ ഞങ്ങൾക്ക് അക്കോമഡേഷൻ നൽകുകയും ചെയ്തു. ചെന്നപ്പോൾ ക്യാമ്പ് ഹൗസിനോട് ആവശ്യപ്പെടുകയും ഞങ്ങളുടെ ഡെസിഗ്നേഷൻ അനുസരിച്ച് ഞങ്ങൾക്ക് റൂം അലോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് അവസാനം 3 പേര് വെച്ച് ഞങ്ങൾക്ക് റൂം അലോട്ട് ചെയ്ത് ദൈവത്തിൻ്റെ കാരണം കൊണ്ടാണ് അത് സാധിച്ചത്. അലോട്ട് ചെയ്ത് കിട്ടി. അങ്ങനെ ആദ്യത്തെ ദിവസം ഞങ്ങൾ റൂമിൽ തന്നെ തങ്ങി. ഭക്ഷണം ഒക്കെ കറക്റ്റായിട്ട് കിട്ടി. അത് നമുക്കിഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങളാണ്, എന്നിരുന്നാലും നമ്മളതെല്ലാം സഹിച്ചു അത് അങ്ങനെ കഴിച്ചു.
പിറ്റേന്ന് രാവിലെ മെഡിക്കലിന് പോകണം, വീണ്ടും മെഡിക്കലിന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കലിന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിക്കലെടുത്ത് തിരിച്ച് വൈകിട്ടോടുകൂടി തിരിച്ചെത്തുകയും ചെയ്തു. ആ സമയം വരെ ഞങ്ങൾക്ക് ആഹാരമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. കാരണം അവിടുത്തെ മെഡിക്കലെല്ലാം കഴിഞ്ഞ് വന്ന് ക്യാമ്പിൽ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ആഹാരം കിട്ടിയത്. അതിനുശേഷം പിറ്റേന്ന് ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകാം എന്ന് നിർദ്ദേശം കിട്ടിയനുസരിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോഴും വണ്ടിയിൽ കഷ്ടിച്ച് കുത്തി നിറച്ചാണ് ആൾക്കാരെ കൊണ്ടുപോയത്. ചെറിയ വണ്ടിയാണ്, AC ഇല്ലാത്ത വണ്ടിയായിരുന്നു അന്ന്. അങ്ങനെ ശരിക്കും കഷ്ടപ്പാടുകൂടിയാണ് അന്ന് ആദ്യത്തെ എൻ്റെ അനുഭവം തുടങ്ങുന്നത്. അതും അസിസ്റ്റൻറ്റ് സർവേയർ ആയതുകൊണ്ട് സർവേയർമാരെ സഹായിക്കുക, അതും വെയിലത്ത് വെയിലത്ത് നമ്മൾ ആ വെയിലെല്ലാം കൊണ്ട് അവരെ സഹായിക്കുകയും നമ്മൾ ലെവലും തിയർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടോട്ടൽ സ്റ്റേഷനും എല്ലാം നമ്മൾ കൊണ്ടു നടക്കുകയും അത് തൂക്കി കൊണ്ടു നടക്കുകയും അതനുസരിച്ച് അവർ പറയുന്നതനുസരിച്ച് നമ്മൾ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. അത് പൈപ്പ് ലൈനിൻ്റെ വർക്കായതുകൊണ്ട് എപ്പോഴും നമുക്ക് എക്സവേഷനും പൈപ്പ് ലൈൻ നടക്കുന്നത് കൊണ്ട് എപ്പോഴും സൈറ്റിൽ തന്നെ നിൽക്കണം. ആ ഒരു നടക്കുന്ന സമയത്തെല്ലാം നമുക്ക് സൈറ്റിൽ പൂർണ്ണമായി നിൽക്കേണ്ട ഒരവസ്ഥ വരും. കാരണം തണലില്ല, കുടയില്ല, അഥവാ കുടയുണ്ടെങ്കിൽ അത് ട്രെഞ്ചിൻ്റെ അടിയിലായിരിക്കും അമ്പർല ഉള്ളത്. അപ്പോൾ ആ ട്രെഞ്ചിലിറങ്ങി, അതായത് 6-7 മീറ്റർ താഴ്ചയുള്ള ട്രെഞ്ചിലായിരുന്നു അന്ന് ജോലി നടന്നത്. പൈപ്പ് ലൈനിൻ്റെ വർക്കായിരുന്നു. അതെല്ലാം കഷ്ടപ്പാട് അങ്ങനെ സഹിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പറഞ്ഞു, നീ ഇനി താഴെ പോകണ്ട, നീ തിയർ ലൈറ്റിലും ലെവൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ അസിസ്റ്റൻറ്റ് സർവേയർ പോസ്റ്റിലാണ് ഞാൻ ചെന്നതിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് പറയും, ചെയർമാൻ്റെ ജോലി ചെയ്യേണ്ട, ഒരു കാരണവശാലും നിൻ്റെ ഡെസ്റ്റിനേഷൻ എന്താണോ അതനുസരിച്ചുള്ള ജോലി ചെയ്താൽ മതി, അതുകൊണ്ട് നീ മുകളിൽ നിന്ന് ലൈനും ലെന്തും കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ചെറിയ പ്രൊമോഷൻ പോലെ എനിക്ക് ഏകദേശം 1 മാസം കഴിയുമ്പോൾ തന്നെ എനിക്കത് കിട്ടി. അങ്ങനെ പിന്നെ ജോലി അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഇവിടെ ജോലി ശരിയായി എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരികയും കറക്റ്റ് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ റിസൈൻ നൽകുകയും അങ്ങനെ തിരിച്ച് നാട്ടിലെത്തി ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. തീർച്ചയായും ഞാൻ അവിടെ കഷ്ടപ്പെടുമ്പോൾ, നമ്മൾ ഓരോ ദിവസവും കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖങ്ങൾ അനുഭവിക്കുക, വീട്ടിലെ പ്രയാസങ്ങൾ ഓർത്തും നമുക്ക് സമ്പത്ത് എങ്ങനെയും ഉണ്ടാക്കണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കഷ്ടപ്പാട് അത് മനസ്സിലാക്കിക്കൊണ്ട് എന്തും കഷ്ടപ്പെടാൻ തീരുമാനിച്ച് അത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ കാരുണ്യം പോലെ എനിക്ക് ആദ്യം കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, ചെയർമാനിൽ നിന്ന് മാറ്റി എൻ്റെ നീ അസിസ്റ്റൻറ്റ് സർവേയർ ആയതുകൊണ്ട് സർവേയർ ജോലി ചെയ്താൽ മതി എന്ന് ദൈവത്തിൻ്റെ കാരണം കൊണ്ട് അത് ചെയ്യുകയും അതിനുശേഷം രണ്ടാമത് എനിക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നാട്ടിൽ നിന്ന് മെസ്സേജ് വരുന്നു, ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് പോലെ മെസ്സേജ് വരുന്നു, എനിക്ക് ഇവിടെ സർക്കാർ ജോലി ശരിയായി, അതുകൊണ്ട് നാട്ടിൽ വരണം, എത്രയും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ തന്നെ റിസൈൻ എഴുതി കൊടുക്കുകയും അപ്പോൾ അവർ പറഞ്ഞ്, റിസൈൻ നമുക്ക് പാസ്സാക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് കാരണം നിങ്ങൾ വന്നിട്ട് 2 പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടില്ല, 2 കൊല്ലം കഴിയാതെ നിങ്ങൾക്ക് വിടാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ ഞാൻ നേരിട്ട് പോയി പ്രോജക്റ്റ് മാനേജറെ കണ്ടിട്ട് കാര്യം പറയുകയും അദ്ദേഹം നല്ലൊരു മനുഷ്യനായതിനാൽ ദൈവത്തിൻ്റെ കാരണം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഓക്കെ നീ ഒരു കാര്യം ചെയ്യ്, 1 മന്ത് നോട്ടീസ് പീരീഡ് നൽകിക്കൊണ്ട് നീ റിസൈൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ സമയമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം, ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ 24 അവർ വിത്ത് ഇത് വെച്ചിട്ട് പെർമിഷൻ വെച്ചിട്ട് നീ റിസൈൻ ലെറ്റർ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 24 മണിക്കൂർ എഫക്റ്റ് വെച്ചിട്ട് റിസൈൻ ലെറ്റർ കൊടുക്കുകയും ആ ലെറ്റർ കഴിഞ്ഞ ശേഷം പുള്ളി അപ്രൂവ് ചെയ്ത് തരികയും ചെയ്തു. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ക്യാമ്പിലേക്ക് പൊയ്ക്കോളൂ, നിന്നെ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിക്കും, നിൻ്റെ പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം തന്നെ റെഡിയാക്കി വരും, ടിക്കറ്റ് ഞാൻ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു കസിൻ ബ്രദറിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുകയും പുള്ളി വഴി എനിക്കൊരു ടിക്കറ്റ് സംഘടിപ്പിച്ച് തരികയും ആ ടിക്കറ്റും കൊണ്ട് ഞാൻ നേരെ ഓഫീസിൽ ഹാജരാക്കിയ ശേഷം എനിക്ക് അവർ വിത്തിൻ 1 വീക്കിനുള്ളിൽ നിന്നെ നാട്ടിൽ വിട്ടേക്കാം, വിസ ക്യാൻസൽ ചെയ്തിട്ട് നാട്ടിൽ വിട്ടേക്കാം എന്ന് പറയുകയും ആ പ്രോജക്റ്റ് മാനേജർ എന്നെ വളരെയധികം സഹായിച്ചു. ആ ദൈവത്തിൻ്റെ ഒരു കൈയൊപ്പായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അല്ലെങ്കിൽ എനിക്ക് ഈ ജോലിയിൽ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു.
ഞാൻ ഇനി പറയാൻ പോകുന്നത് എനിക്ക് അവിടെ നിന്ന് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ ജീവൻ രക്ഷപ്പെട്ട ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പൈപ്പ് ലൈൻ്റെ വർക്കായിരുന്നു. ട്രെഞ്ച് എക്സ്കവേഷൻ നടക്കുന്ന സമയത്ത് ലൈൻ റിയലൈറ്റ് വഴി ലൈൻ കൊടുത്തുകൊണ്ട് എക്സ്കവേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ലൈൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല പൂഴിമണ്ണ്, കൊടുങ്കാറ്റ് മീൻസ് കാറ്റടിച്ച് മണ്ണും മേളിൽ നിന്ന് മണ്ണും എല്ലാം കൂടെ വീണ് ഇടിഞ്ഞ് നമ്മുടെ ദേഹത്ത് വീഴുകയും ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് വീഴുകയും ആ അവസ്ഥയിൽ നിന്നും ലാസ്റ്റ് ആ എക്സ്കവേറ്റർ അദ്ദേഹം നിലവിളിച്ചിട്ട്, കാരണം മണ്ണിടിഞ്ഞ് ഞങ്ങളുടെ ദേഹത്ത് കിടക്കുമായിരുന്നു. രണ്ടുപേരുടെയും ദേഹത്ത് കിടപ്പ്, എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ രണ്ടുപേരും ദേഹത്ത് കിടപ്പുണ്ടായിരുന്നു. ആ മണ്ണ് ഉടൻ തന്നെ മാറ്റി ഞങ്ങൾ രക്ഷപ്പെട്ട ഒരു കഥ അതിൻ്റെ അകത്തുണ്ട്. അദ്ദേഹം എക്സ്കവേറ്റർ ആ ഓപ്പറേറ്റർ ഇറങ്ങി വന്ന് അവസാനം ഞങ്ങൾ രക്ഷപ്പെടുത്തുന്ന ഒരു സീനുണ്ടായിരുന്നു. അന്ന് സേഫ്റ്റി വളരെ കുറവായിരുന്നു. കാരണം ഈ ട്രെഞ്ച് എക്സ്കവേറ്റ് ചെയ്ത് പോകുമ്പോൾ സാധാരണയായിട്ട് സേഫ്റ്റിയുടെ പ്രിക്കോഷൻസ് എടുക്കുന്നതായിരുന്നു. പക്ഷേ അർജൻറ്റ് വർക്ക് നടക്കുന്നതിനാലാണ് അന്ന് അങ്ങനെ ചെയ്തില്ല. പക്ഷേ അത് ഞങ്ങളുടെ സേഫ്റ്റി ഓഫീസർക്ക് പിന്നെ പണിഷ്മെൻറ്റൊക്കെ കിട്ടി. അങ്ങനെ മണ്ണ് അടിച്ച് ഞങ്ങളവിടെ കിടക്കുമ്പോൾ, മണ്ണിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തെ ശക്തമായി വിളിക്കുകയായിരുന്നു. കാരണം അവിടെ കിടന്ന് നിലവിളിക്കുന്ന സമയത്ത് ആക്ച്വലി ഇനി നാട്ടിലെത്താൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വന്നു. മരണത്തെ മുന്നിൽ കണ്ട ഒരു നിമിഷമായിരുന്നു അത്. അവസാനം എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ഇറങ്ങി വരികയും ഞങ്ങൾ ലൈൻ പറയാത്തതുകൊണ്ട് ഇറങ്ങി വരികയും വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ മണ്ണിൽ ഇങ്ങനെ മൂടി കിടക്കുന്നതായിട്ടാണ്. എന്തായാലും തല ഞങ്ങൾ പൊക്കി പിടിച്ചിരുന്നു രണ്ടുപേരും. എൻ്റെ കൂടെ ഒരു പാകിസ്ഥാനിയായിരുന്നു, അദ്ദേഹം തല പൊക്കി പിടിച്ചിരുന്നു. അവസാനം ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് പതുക്കെ മണ്ണ് മാറ്റിയാണ് ഞങ്ങൾ കരയ്ക്ക് കയറിയത്. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം അന്ന് ഞങ്ങൾക്ക് സംഭവിച്ചിരുന്നു. ദൈവത്തിൻ്റെ സഹായമില്ലായിരുന്നെങ്കിൽ ആ മണ്ണിനടിയിൽ ഞങ്ങളവിടെ കിടന്നേനോ. ആ എക്സ്കവേറ്റർ ഓപ്പറേറ്റർ നമ്മൾ കണ്ടില്ലായിരുന്നു. കാരണം നമ്മൾ ലൈൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ലെവലും കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്കത് കിട്ടാത്തതുകൊണ്ട് അയാൾ ഇറങ്ങി വന്ന് നോക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, അന്ന് ദൈവത്തിൻ്റെ ഒരു ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്കൊരിക്കലും ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അത്രയ്ക്കും ആ പൂഴിമണ്ണ് വന്ന് ഞങ്ങളുടെ ദേഹത്ത് വീണപ്പോൾ ഞങ്ങളവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയും, എക്സ്പെഷ്യലി ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും, എൻ്റെ സുഹൃത്ത് അതിനൊക്കെ അവന് മുസ്ലിം ആയതുകൊണ്ട് അവനും പ്രാർത്ഥിച്ചു കാണും. തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം പ്രതിഫലിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ഒരു അത്ഭുതമാണ് അന്ന് കിട്ടിയത്. അതുമാത്രമല്ല, എനിക്ക് അവിടെ ചെന്ന ഈ മാസത്തിനുള്ളിൽ 1 2 3 അനുഭവം. ഞാൻ ആദ്യം പറഞ്ഞു റൂം നമുക്ക് തന്നതിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞു വിസ ക്യാൻസൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ആ പ്രോജക്റ്റ് മാനേജർ വളരെ സഹായിച്ചു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഈ ഒരു കാര്യം എനിക്കൊരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും അനുഭവിച്ച ഒരു സിറ്റുവേഷനായിരുന്നു അത്. ദൈവത്തെ മുന്നിൽ കണ്ട ഒരു സിറ്റുവേഷനായിരുന്നു അത്. അതിനുശേഷം ഞാൻ നാട്ടിൽ വരികയും സർക്കാർ ജോലിയിൽ ജോയിൻ ചെയ്യുകയും അതിനുശേഷം 14 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഞാൻ സർക്കാരിൽ നിന്ന് LW എടുത്ത് ലീവ് എടുത്തിട്ട് അലവൻസ് ലീവ് എടുത്ത് നമ്മൾ വീണ്ടും ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. കാരണം ഈ ആദ്യത്തെ അബുദാബി ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തി, വിവാഹം കഴിഞ്ഞു, 2 കുട്ടികളായി. ആ സമയത്ത് മൂത്ത മകൻ്റെ ചില ചികിത്സയും കാര്യങ്ങളും കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരികയും, മൂത്ത മകൻ്റെ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി. അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെയും ഉണ്ടായിട്ടുണ്ട്. മൂത്തമൻ്റെ ജനനം തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. കാരണം ഡോക്ടർമാർ പറഞ്ഞ കുട്ടിയെ കിട്ടില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് ദൈവത്തിൻ്റെ അത്ഭുതത്തിൽ കിട്ടിയ ഒരു മോനാണ് എനിക്ക് എൻ്റെ മൂത്ത മോൻ. അതിനുശേഷം അവിടുന്ന് എനിക്കൊരു മോളുണ്ടായി. ആ കുഞ്ഞിന് മറ്റൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ മൂത്ത മോന് ഫിസിക്കലി അൺഫിറ്റായിരുന്നു. പക്ഷേ 2008 ദൈവത്തിൻ്റെ കാരുണ്യം പോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറുടെ ഹസ്ബൻഡ് ഡോക്ടറായിരുന്നു. അദ്ദേഹം വഴി എൻ്റെ മോന് ഫുൾ സർജറിയും ചെയ്ത്, ഫ്രീ ആയിട്ട് ഫുൾ സർജറിയും ചെയ്ത് എനിക്ക് ദൈവത്തിൻ്റെ മറ്റൊരു അത്ഭുതം ഇവിടെ കാട്ടിത്തന്നു. എനിക്ക് ആ മകനെ പൂർണ്ണമായിട്ടും ഇപ്പോൾ 99% പെർഫെക്റ്റായ ഒരു മോനെ എനിക്ക് ദൈവം സഹായത്തോടെ കിട്ടി. അതിനുശേഷം എനിക്കൊരു മോളെ തന്നു. മോൾക്ക് മറ്റൊരു കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം എനിക്ക് വീണ്ടും ഒരു മോനെ തന്നു. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതിന് ശേഷം അപ്പോൾ സർക്കാർ കിട്ടുന്ന ഈ പൈസ കൊണ്ട് മോൻ്റെ ചികിത്സ നടക്കാതെ വന്ന അവസരത്തിൽ വീണ്ടും ഞാൻ ചിന്തിച്ചു, എനിക്ക് വീണ്ടും ഗൾഫിലേക്ക് പോകണം. അങ്ങനെ ഒരു വ്യക്തിയുടെ സഹായത്താൽ എനിക്കൊരു വിസ തയ്യാറായി കിട്ടി. ആദ്യത്തെ വിസ എനിക്ക് ഇതണക്ക് ലീവിന് കൊടുത്തപ്പോൾ അലൗട്ട് ആയില്ല. ആദ്യത്തെ വിസ ക്യാൻസലാകുകയും വീണ്ടും രണ്ടാമത് കമ്പനി എനിക്ക് വിസ അയച്ചു തരികയും അങ്ങനെയാണ് ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യം പ്രവാസി ജീവിതത്തിലേക്ക് കടക്കുന്നത്. അതവിടെ ചെല്ലുന്നത് ആദ്യമായി ചെന്നത് ദുബൈയിലാണ്. ദുബായിൽ ചെന്നപ്പോഴത്തേക്ക് അർജൻറ്റ് വർക്ക് കിടക്കുന്നത്. ദുബായ് എയർപോർട്ടിൻ്റെ
വർക്കാണ്. ദുബായ് എയർപോർട്ടിൻ്റെയും ഷാർജ ലിങ്ക് റോഡിൻ്റെയും വർക്കായിരുന്നു ആദ്യത്തെ പ്രോജക്റ്റ്. അതിൽ ചെന്നപ്പോഴത്തേക്ക് ശരിക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അത്രയ്ക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. കാരണം പ്രോജക്റ്റ് തീർക്കാൻ വേണ്ടി സ്പീഡപ്പ് 24 മണിക്കൂർ വർക്ക് നടക്കുന്ന സമയത്ത് 20 മണിക്കൂർ വരെ ഞാനവിടെ ജോലി ചെയ്തിട്ടുണ്ട്. കാരണം റെസ്റ്റില്ലാതെ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുമില്ല. കാരണം അന്ന് പിടിച്ചു നിൽക്കുക എന്നുള്ള ക്രൈസിസ് സമയങ്ങളാണ്. ഞാൻ രണ്ടാമത് ചെല്ലുമ്പോൾ ക്രൈസിസ് സമയമാണ്. കമ്പനി ആൾക്കാരെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ബാക്കി കമ്പനിയിൽ കുറേ ആൾക്കാരെ പിരിച്ചുവിട്ട സമയത്താണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ യാതൊരു വിധമായ ഒരു തീരുമാനങ്ങളോ കമ്പനി എടുത്തില്ല. എൻ്റെ എഫിഷ്യൻസി കണ്ടിട്ട് എനിക്ക് അവർ പൂർണ്ണ സപ്പോർട്ട് നൽകുന്നു. 24 മണിക്കൂറിൽ 20 മണിക്കൂറൊക്കെ ഞാൻ ജോലി ചെയ്ത ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ബെനിഫിറ്റുകൾ അവർ ചെറിയ ചെറിയ രീതിയിലാണെങ്കിൽ പോലും എൻ്റെ എഫിഷ്യൻസി അനുസരിച്ച് എനിക്ക് അവർ ഇൻക്രിമെൻറ്റ് തന്നുകൊണ്ട് വരുന്നു. ഈ ഇൻക്രിമെൻ്റെല്ലാം എനിക്ക് കിട്ടിയതും കാരണം പലരെയും പിരിച്ചു വിടുമ്പോൾ എനിക്ക് ഇൻക്രിമെൻറ്റ് കിട്ടിക്കൊണ്ടുവന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ്, എൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് എനിക്കത് കിട്ടിയത്. കാരണം അല്ലെങ്കിൽ ആ ക്രൈസിസ് സമയത്ത് ആൾക്കാരെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഓരോ വർഷത്തിനും ഈ ഇൻക്രിമെൻറ്റ് കിട്ടി. നല്ല രീതിയിൽ ഇൻക്രിമെൻറ്റ് കിട്ടി. അവർക്കെല്ലാം പലർക്കും അതൊരു അസൂയാഹമായ ഇതായിരുന്നു. എന്തുകൊണ്ട് ഇയാൾക്ക് കിട്ടുന്നു അപ്പോൾ എൻ്റെ ആ ഡ്യൂട്ടി എന്ന് പറയാൻ അന്ന് ഞാൻ ക്വാളിറ്റി കൺട്രോളിലായിരുന്നു. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് സർക്കാർ അതായത് കമ്പനിയും പ്രൊട്ടക്റ്റ് ചെയ്യണം, ആ ക്ലയൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് ക്വാളിറ്റിയിലുള്ള പ്രശ്നം. കാരണം ഇവർ രണ്ടുപേരുടെ ഇടയിൽ കിടന്നുകൊണ്ട് ശരിക്കും ബുദ്ധിമുട്ടിയ ഒരു സന്ദർഭമായിരുന്നു ഇത്. പ്രോജക്റ്റ് പ്രോപ്പറായിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പ്രോജക്റ്റ് തീർക്കണം, അതായിരുന്നു നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്നത് 3 ടണലിൻ്റെ വർക്കും 3 റോഡിൻ്റെ വർക്കുമായിരുന്നു എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നത്. ആ റോഡിൻ്റെ പണിയൊക്കെ അന്തസ്സായിട്ട് ചെയ്തു. മാൻഹോളിൻ്റെ പണികളും കറക്റ്റായിട്ട് ചെയ്തു. പൈപ്പ് ലൈനും ഇട്ടു. എല്ലാ പണികളും വൃത്തിയായി ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ അനുമോദനങ്ങൾ വളരെ വലുതായിരുന്നു. അതെല്ലാം എൻ്റെ കാരണം കൊണ്ടല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമായി മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അങ്ങനെ ദുബൈയിൽ നിന്നും അടുത്ത പ്രോജക്റ്റ് തീർത്തതിന് ശേഷം എനിക്ക് അടുത്ത PFL എന്ന് പറയുന്ന പ്രോജക്റ്റ് കിട്ടി. അതായത് അബുദാബി എയർപോർട്ടിൻ്റെ ഒരു പ്രോജക്റ്റായിരുന്നു, കണക്റ്റഡ് പ്രോജക്റ്റായിരുന്നു. അതും ഇതണക്ക് ആയിരുന്നു. 3 വർഷം കൊണ്ട് തീരേണ്ട പ്രോജക്റ്റ് 1 വർഷത്തേക്ക് തീർത്തു കൊടുക്കണമായിരുന്നു. കമ്പനി ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയും അപ്പോൾ ഏറ്റവും കേബിളായിട്ടുള്ള ആൾക്കാരെ മാത്രം കമ്പനി ആ പ്രോജക്റ്റിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രോജക്റ്റിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് പ്രീകാസ്റ്റിൻ്റെ യാർഡിൻ്റെ ഫുൾ ചാർജ് തരികയും പ്രീകാസ്റ്റിൻ്റെ കോളവും ബീമും എല്ലാം ഉണ്ടാക്കാനുള്ള ഇത് ഫുൾ ചാർജ് എനിക്കായിരുന്നു. ഞാൻ എന്ത് തീരുമാനം എടുത്താലും കമ്പനി എതിരൊന്നും പറയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. എനിക്ക് അത്രയ്ക്ക് സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടി. ദൈവത്തിൻ്റെ കാരണം കൊണ്ട് അതും നല്ല രീതിയിൽ എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റി. ഒരു എററും ഇല്ലാതെ, ഒരു മിസ്റ്റേക്കും വരുത്താതെ ഞാൻ എല്ലാം സപ്പോർട്ട് ചെയ്ത് 3 മാസം എനിക്ക് തന്നതിന് ഞാൻ 3 മാസത്തിന് മുമ്പ് തന്നെ എൻ്റെ എല്ലാ കോളങ്ങളും പ്രീകാസ്റ്റ് കോളങ്ങളും എല്ലാ പ്രീകാസ്റ്റ് ബീമുകളും സ്ലാബുകളും ഞാൻ തീർത്ത് കമ്പനിക്ക് കൈമാറി. ദൈവത്തിൻ്റെ സഹായത്താൽ എനിക്കത് കൃത്യമായി പൂർത്തീകരിക്കാൻ പറ്റി. അതിനുശേഷം എന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത പ്രോജക്റ്റായ സൗദിയിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്തു. സൗദി ജിദ്ദയിലേക്ക് ഞാൻ നാട്ടിൽ വരികയും നാട്ടിലേക്ക് എല്ലാം അവർ സൗകര്യങ്ങൾ ചെയ്തു തരികയും വിസയ്ക്കും മെഡിക്കൽ എടുക്കാനും എല്ലാ സൗകര്യങ്ങളും കമ്പനി ചെയ്തു തരികയും അവിടെ നിന്ന് തന്നെ സൗദിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. സൗദിയിൽ അതും ഇതണക്ക് കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്യുകയും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഏക മലയാളി, അതായത് നമ്മുടെ കമ്പനിയുടെ ഏക മലയാളി ക്വാളിറ്റി കൺട്രോളിൽ ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമായിരുന്നു. ബാക്കി എല്ലാ ആൾക്കാരും ഹയറിൽ നിന്ന് എടുത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് ചെന്നപ്പോൾ തന്നെ എൻ്റെ പ്രോജക്റ്റ് മാനേജർ PFLിലെ പ്രോജക്റ്റ് മാനേജർ തന്നെയായിരുന്നു ഈ സൗദിയിലെ പ്രോജക്റ്റ് മാനേജർ. അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ക്രിസ്റ്റഫർ വെൽക്കം, വളരെ സന്തോഷമുണ്ട് പുള്ളിക്ക്. പുള്ളി പറഞ്ഞു, ഓക്കെ നീ ഇവിടെ എത്തിയോ, എന്നാൽ നാളെ തന്നെ നീ ഡ്യൂട്ടിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ ചെല്ലുകയും അപ്പോൾ ക്വാളിറ്റി മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ആരാംകയ്ക്ക് ടെസ്റ്റുണ്ട്, ആ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നമുക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ആരാംക കോഡും ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡും ASTM-ഉം ഇതെല്ലാം കൂടെ ചേർന്ന ഡിന്നൂടെ ചേർന്നുള്ള ഒരു ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ സൈറ്റിൽ പോകാൻ പറ്റത്തുള്ളൂ എന്ന് ക്വാളിറ്റി മാനേജർ പറയുകയും എൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര തീയതിക്കുള്ളിൽ ടെസ്റ്റ് പാസ്സാകാൻ പറ്റും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാക്സിമം 1 വീക്കാണ് ഞാൻ ചോദിച്ചത്. അതിന് മുമ്പ് ഞാൻ പറ്റുമെങ്കിൽ പറയാം എന്ന് ക്വാളിറ്റി മാനേജർ അടുത്ത് പറയുകയും വെറും 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ഞാൻ ചെന്ന ക്വാളിറ്റി മാനേജർ അടുത്ത് പറഞ്ഞു, ഞാൻ നാളെ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാം, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു.
പുള്ളി എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് മറക്കാനായിട്ട് അനുഭവമാണ്. ഒരു പാകിസ്ഥാനിയാണെങ്കിൽ പോലും കെട്ടിപ്പിടിച്ച് എനിക്ക് പറഞ്ഞു, നീയാണ് മിടുക്കൻ. കാരണം ഇതുവരെ 3 മാസം 4 മാസം ആൾക്കാർ അവിടെ വന്ന് ഇരിപ്പുണ്ട്. ടെസ്റ്റ് പോകാനും മടിക്കുന്ന ആൾക്കാരും പാസ്സാകാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. ഞാൻ 3-ാം ദിവസം തീർത്ത് പറഞ്ഞു, ഞാൻ നാളെ ടെസ്റ്റിന് പോകാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വാ എന്നും പറഞ്ഞ് നേരെ പ്രോജക്റ്റുമാരെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നാളെ പുള്ളിക്ക് ടെസ്റ്റാണ്, നാളെ രാവിലെ ടെസ്റ്റാണെന്ന് പറഞ്ഞു. പുള്ളി ടെസ്റ്റ് അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം ഓഫീസിലെത്തി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു നേരെ ടെസ്റ്റിന് പോയി. അവിടെ ചെന്ന് ക്വസ്റ്റ്യനെല്ലാം വായിച്ച് നോക്കി. എനിക്ക് ഓൾമോസ്റ്റ് എനിക്കറിയാവുന്ന ക്വസ്റ്റ്യനായിരുന്നു. 99% എനിക്ക് പാസ്സാവുന്ന ഉറപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ടെസ്റ്റ് മാത്രമല്ല ഇനി ഇൻ്റർവ്യൂ ഉണ്ട്, ആരാംകയുടെ ഇൻ്റർവ്യൂ ടീമുണ്ട്, ആ ടീമുമായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, എന്നാൽ മാത്രമേ ഫൈനൽ റിസൾട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് 7 ഓഫീസർമാർ, ആരാംകയുടെ 7 ഓഫീസർമാർ മുമ്പിൽ പ്രോജക്റ്റ് മാനേജർമാർ, PM-ഉം അതിൻ്റെ PD-യും, ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ 7 ഓഫീസർമാരുടെ മുമ്പിൽ ഞാൻ ടെസ്റ്റിന് പോവുകയും പ്രാർത്ഥിച്ചിട്ട് കയറി ടെസ്റ്റിന് പോവുകയും അവർ ചോദിച്ച എല്ലാത്തിനും ക്വാളിറ്റി ബേസ് ചെയ്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ട് ആൻസർ പറയുകയും എനിക്ക് അത് കഴിഞ്ഞിട്ട് അവർ ഷേക്ക് ഹാൻഡ് വന്ന് വിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ക്വാളിറ്റി മാനേജർ ഓടി വന്നിട്ട് പറഞ്ഞു, നീ പാസ്സായിരിക്കുന്നു, നിനക്ക് ഗ്രേഡ് 1 കിട്ടിയിട്ടുണ്ട്, നിനക്ക് ഇന്ന് തന്നെ നീ സൈറ്റിൽ പോവാം എന്ന് പറയുക. അതെല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പായിട്ടാണ് ഞാൻ കരുതുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കാരണം എന്നേക്കായി മുമ്പേ 3, 4, 5 മാസം കഴിഞ്ഞവർ അവിടെ വന്നിരുന്ന ഒരിക്കലും പാസ്സാകാതെ അവിടെ ഇരിപ്പുണ്ട്. 4, 5 പ്രാവശ്യം ടെസ്റ്റ് പാസ്സാകാതെ ഫെയിലായിട്ടിരിക്കുന്നവരുണ്ട്. ഞാൻ അവിടെ ചെന്ന് 3-ാം ദിവസം തന്നെ ടെസ്റ്റ് പാസ്സാവുകയും ഗ്രേഡ് 1 കിട്ടുകയും ചെയ്തത് അത് എൻ്റെ മാത്രം കഴിവായി ഞാൻ കാണുന്നില്ല, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഞാൻ നാട്ടിലുള്ളപ്പോൾ മിക്കവാറും കിട്ടുന്ന സമയങ്ങളിലെല്ലാം എൻ്റെ കൊച്ചുപ്രായത്തിൽ ഞാൻ ഡെയിലി മാസിന് പോകുമായിരുന്നു. ഏതാണ്ട് 10ാം സ്റ്റാൻഡേർഡ് വരെ ഡെയിലി മാസിന് പോകുമായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളുണ്ട്. രാവിലെ എല്ലാ വീട്ടിലും പാലെത്തിക്കണമായിരുന്നു. വീട്ടിൽ പശുവിൻ്റെ കറവയുണ്ടായിരുന്നു. അതുകൊണ്ട് പാലെത്തിക്കാൻ വേണ്ടി പാല് കൊണ്ടുപോകുമ്പോൾ പാലും കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും പള്ളിയിലും പോകുമായിരുന്നു മാസിന്. 10ാം സ്റ്റാൻഡേർഡ് വരെ അങ്ങനെ ചെയ്തു. അതിനുശേഷം കോളേജ് ജീവിതത്തിലേ ഉള്ളൂ. പിന്നെ എല്ലാ സൺഡേകളിലും ബാക്കിയുള്ള നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ പള്ളിയിൽ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എൻ്റെ വെക്കേഷൻ സമയത്ത് എൻ്റെ ഒരു അങ്കിളിൻ്റെ കൂടെ ഞാൻ കുന്നം മാവേലിക്കര ആ ഇടവയിലായിരുന്നു അന്ന് അച്ഛനായിട്ടിരിക്കുമായിരുന്നു. ആ അച്ഛൻ്റെ കൂടെ ഞാൻ വെക്കേഷന് പോയി നിൽക്കാറുണ്ട്. അവിടെ പ്രേക്ഷിത വേല എന്താണെന്ന് കണ്ടിട്ടുണ്ട്, പ്രാർത്ഥന എന്താണെന്ന് കണ്ടിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ചതും ഒരു പരിധിവരെ എനിക്ക് വളരെ ഉപകാരമായി തോന്നിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൂടെ അടുക്കുവാനായിട്ട് ആ അച്ഛൻ വഴി എനിക്ക് സാധിച്ചു, എൻ്റെ അങ്കിൾ വഴി സാധിച്ചു എനിക്ക്. അതൊരു വലിയ അനുഭവം തന്നെയാണ് എൻ്റെ കൊച്ചുപ്രായത്തിൽ കിട്ടിയ. അതിൻ്റെ ആയിരിക്കാം ഞാൻ ഡെയിലി മാസിന് പോകാൻ തുടങ്ങിയതും പോയതും. ആ 10ാം സ്റ്റാൻഡേർഡ് വരെ ഞാൻ മാസിന് പോയിട്ടുണ്ട്. അതിനുശേഷം കോളേജ് ജീവിതത്തിലേ ഉള്ളൂ. പിന്നെ എനിക്ക് അതിനുള്ള സമയം കാരണം രാവിലെ ഇവിടുന്ന് കോളേജിൽ കൊല്ലത്തെത്തി വൈകിട്ട് തിരിച്ചു വരണം, അങ്ങനെയുള്ള. പക്ഷേ സൺഡേ മാസം ഒരിക്കലും മുടങ്ങിയിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം പള്ളിയുടെ കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ മുന്നിൽ നിന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഗൾഫിൽ പോയ ശേഷം അബുദാബിയിൽ ചെന്നു. അബുദാബിയിലും ചെല്ലുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒത്തിരി ഉണ്ടായി. കാരണം ആഴ്ചയിൽ ഒരു ദിവസം ആഹാരം മേടിക്കാനായിട്ടും മറ്റ് സാധനങ്ങൾ മേടിക്കാനായിട്ടും നമുക്ക് അത്യാവശ്യം പർച്ചേസ് ചെയ്യാനും പള്ളിയിൽ പോകാനായിട്ടും കമ്പനി അന്ന് വണ്ടി പ്രൊവൈഡ് ചെയ്തിരുന്നു. അങ്ങനെ ആ ദിവസത്തിന് നമ്മൾ ചിലപ്പോൾ കമ്പനി ഒരു ദിവസം കരാമയാണെങ്കിൽ മറ്റു ദിവസം വേറെ ഏതെങ്കിലും പള്ളിയിലായിരിക്കും കൊണ്ടുപോകുന്നത്. അവരുടെ അബുദാബിയിലെ ഏറ്റവും അടുത്ത നിയറസ്റ്റുള്ള, അന്ന് എനിക്ക് സ്ഥലം പോലും പേര് പോലും എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, അവിടെയൊക്കെ കൊണ്ടുപോയിട്ടാണ് നമ്മളന്ന് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ ആഴ്ചയിലും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആഴ്ചയിലും നമുക്ക് പള്ളിയിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ദുബൈയിലായിരുന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. കാരണം എല്ലാ ആഴ്ചയിലും 2 വണ്ടിയായിരുന്നു നമുക്ക് പള്ളിയിലേക്ക് വിട്ടു തന്നിരുന്നത്. കാരണം അത് ബെൽജിയം കമ്പനിയായിരുന്നു. B6 എന്ന് പറയുന്ന ബെൽജിയം കമ്പനിയായിരുന്നു. ബുർജ് ഖലീഫ പണിത കമ്പനിയായിരുന്നു. അപ്പോൾ ആ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആക്ടിവിറ്റീസ് ലേബേഴ്സിൻ്റെ ആയാലും ബാക്കിയുള്ളവരുടെ ആയാലും സ്റ്റാഫിൻ്റെ ആയാലും ശരി, എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് കമ്പനി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനി തന്നെയായിരുന്നു B6. ജീവിതത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ മറ്റൊരു വരദാനം എന്ന് പറയുന്നത്, അബുദാബിയിൽ നിന്നും ദുബൈയിൽ നിന്നും എന്നെ ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ സൗദിയിൽ ചെല്ലുമ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ സാലറി ഡബിളാക്കി തന്നിരുന്നു. അത് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ഇവിടുന്ന് ഞാൻ കയറുമ്പോൾ തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് എനിക്ക് സാലറി ഡബിളാക്കി തന്നു. അങ്ങനെയാണ് ഞാൻ സൗദിയിൽ ചെല്ലുന്നത്. സൗദിയിൽ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, സൗദിയിൽ പള്ളിയിൽ പോകാനോ കാര്യങ്ങളോ നമുക്ക് പറ്റുന്നില്ല. കാരണം
എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ നമുക്കവിടെ പള്ളിയിൽ സ്വതന്ത്രമായി പോകാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പള്ളിയിൽ പോകണമെന്ന് ആവശ്യപ്പെടാനോ ആരോട് ആവശ്യപ്പെടാനോ പറ്റില്ല. സൗദി നിയമം വേറെയാണ്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വതന്ത്രമായി നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിന് അല്ലെങ്കിൽ മറ്റ് ഹിന്ദു സമുദായത്തിന് അവർ പൂർണ്ണമായി അംഗീകാരം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പാത്തും ഒളിച്ചും വണ്ടി പിടിച്ച് പോയിട്ടുണ്ട്. ചില ക്രിസ്മസ് ടൈമിലും ഈസ്റ്ററിൻ്റെ ടൈമിലൊക്കെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി നമ്മളെ ഏകദേശം ഒത്തിരി ദൂരത്ത് കൊണ്ടുവന്ന് ഇറക്കുകയും ടാക്സിയിൽ പോയിട്ട് അവിടെ ഇറങ്ങുകയും അവിടെ നിന്ന് നടന്ന് കഷ്ടപ്പെട്ട് ചിലപ്പോൾ 1-2 കിലോമീറ്ററൊക്കെ നടന്ന് മണലാരണ്യത്തിൽ നടന്ന് പോയി പറഞ്ഞിരിക്കുന്ന ലൊക്കേഷനിൽ ചെല്ലുകയും കുർബാന കണ്ടിട്ടുള്ളതുമാകുന്നു. തീർച്ചയായും എന്ന് പറയുക അത്രയ്ക്ക് റിസ്ക് എടുത്ത് നമ്മൾ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ പ്രവാസ ജീവിതത്തിൽ ഞാൻ ഇത്ര കഷ്ടപ്പാടുകൾ സഹിച്ചെങ്കിലും എനിക്ക് ദൈവത്തിൻ്റെ കാരുണ്യം വളരെ വളരെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനില്ല, വാക്കുകൾ പറ്റുന്നില്ല. അത്രയ്ക്ക് അനുഗ്രഹം എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും നന്മ ചെയ്യുന്നവർക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടും. ദൈവത്തോട് അടുക്കുന്നവർക്ക് നല്ല അനുഗ്രഹം കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എനിക്ക് സൗദിയിൽ നിന്ന് കിട്ടിയ പല അനുഭവങ്ങളും.